ദുബായിൽ ബസ്സുകളിലും മെട്രോ ട്രെയിനിലും മറ്റും യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് നോയൽ കാർഡ് എന്ന പ്രീപെയ്ഡ് കാർഡുകളാണ്. എന്നാൽ പണം നൽകി ടിക്കറ്റ് എടുക്കുന്നതിന് പകരം ഈ നോയൽ കാർഡാണ് യാത്രക്കാർ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ബസ്സുകളിൽ നാട്ടിലെ പോലെ കണ്ടക്ടർ സംവിധാനം ഇല്ലാത്തതിനാൽ ഡ്രൈവർ തന്നെയാണ് സീറ്റിലിരുന്ന് ടിക്കറ്റും മറ്റും പരിശോധിക്കുക. ബസ് യാത്രക്കാരൻ ബസ്സിനുള്ളിൽ കയറാൻ നേരത്താണ് ഈ പരിശോധന നടക്കുക. എന്നാൽ ബസ്സിൽ കയറുന്ന പലരും നോയൽ കാർഡ് പുറത്തെടുത്താലും അത് മെഷീനിൽ ടച്ച് ചെയ്യാതെ തന്ത്രപരമായി തട്ടിപ്പ് നടത്തുകയാണ് പതിവ്. ഇനി ആ തട്ടിപ്പ് നടക്കില്ല. കാരണം ഇനി ബസ്സിനുള്ളിൽ കയറുമ്പോൾ തന്നെ റാസിദ് എന്ന പുതിയ സംവിധാനം വഴി യാത്രക്കാരുടെ എണ്ണം ഈ മെഷീൻ എണ്ണി തിട്ടപ്പെടുത്തും. തുടർന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയ യാത്രക്കാരുടെ ആകെ എണ്ണവും നോയൽ കാർഡ് ഉപയോഗിച്ചവരുടെ എണ്ണവും ഈ ഓട്ടോമാറ്റിക് മെഷീൻ കൗണ്ട് ചെയ്യും. ഇതിലൂടെ തട്ടിപ്പ് തിരിച്ചറിയാനാകുമെന്ന് RT അധികൃതർ പറയുന്നു. Based on the number of counts for the passengers boarding and alighting, we can do better plans for our buses, bus routes in the city. ഇത്തരം തട്ടിപ്പ് നടന്ന വിവരം ഉടൻ ബസ് ചെക്കർമാർക്ക് പെട്ടെന്ന് കൈമാറാനും ഇതിലൂടെ കഴിയും. ഇതോടൊപ്പം ഒരു റൂട്ടിൽ എത്ര പേർ തട്ടിപ്പ് നടത്തിയെന്നും ഏത് റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധ നടപടികൾ നടക്കുന്നതെന്നും ഇതിന്റെ പ്രധാന ഓപ്പറേഷൻ സെന്റർ വഴി കണ്ടെത്താനാകും. അതിനാൽ ബസ്സിൽ തിക്കിലും തിരക്കിലും കയറി ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്ന് കരുതി തട്ടിപ്പ് നടത്താൻ ഒരുങ്ങുന്നവർ ജാഗ്രതയായി. നിങ്ങളുടെ പടിവാതിലിൽ ഈ യന്ത്രം നിങ്ങളെ കാത്തിരിക്കുന്നു. ഒപ്പം 200 ദിർഹം പിഴയും. ക്യാമറമാൻ ശ്രീജിത്ത് ലാലിനൊപ്പം എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.